ചേട്ടാ പടം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പടം. ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം കാര്യമില്ല. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? ഫസ്റ്റ് പാർട്ടാണോ സെക്കൻഡ് പാർട്ടാണോ? ഫസ്റ്റ് പാർട്ടല്ലേ നല്ലത്, സെക്കൻഡ് പാർട്ട് അതേ പുഷ്പ ഫയർ എന്നല്ല ഫ്ലവർ തന്നെ. പുഷ്പ ഫയറിന്റെ ബോംബാണ്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? പോരാ പടം എങ്ങനെയുണ്ട്? പടം കളിക്ക് അടിപൊളി അടിപൊളി അടിപൊളി. പുഷ്പാജി റൈസാണോ പുഷ്പാജി റോളാണോ? റോളാണ് അടിപൊളി. ചേട്ടാ പടം എങ്ങനെയുണ്ട്? വളരെ മോശം. ഫസ്റ്റ് ഹാഫ് സൂപ്പർ ആയിരുന്നു, സെക്കൻഡ് ഹാഫ് ഒരു ആവറേജ്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം ഫസ്റ്റ് ഹാഫ് അടിപൊളിയാ. ചേട്ടാ പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ലക്ഷ്മിക്ക് നാഷണൽ അവാർഡ് കിട്ടും. നാഷണൽ അവാർഡ് കിട്ടും. ചേട്ടാ പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല പടം. വിചാരിച്ചത്രയൊന്നും പോരാ. പുഷ്പ ഫയർ ആയോ ഫ്ലവർ ആയോ? ഫയറും ആയില്ല ഫ്ലവറും ആയില്ല. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ഓണസ്റ്റായിട്ട് പറയാം, മാസമൊക്കെ ഉണ്ട്, ലോജിക്കൊന്നും നോക്കണ്ട, അത്യാവശ്യം ലാഗ് അടിപ്പിക്കുന്നുണ്ട്. ഫാസ്റ്റിലാണോ അല്ലു അർജുനാണോ? അല്ല, 2 മാസമാണെങ്കിൽ ഞാൻ അല്ലു അർജുൻ ഫാൻ തന്നെയാണ്. പക്ഷെ ഉള്ളത് പറയണം, ഓണസ്റ്റായിട്ട് സംസാരിക്കണം. എന്താ അടുത്ത നിങ്ങൾ കാണുമല്ലോ, ഓക്കെയാണ്, മാസമായിട്ട് കാണാം. ഫസ്റ്റ് ഹാഫ് ഒക്കെ, സെക്കൻഡ് ഹാഫ് നല്ല ലാഗ് അടിച്ചിട്ടുണ്ട്. പുഷ്പാജി റൈസാണോ പുഷ്പാജി റോളാണോ? പുഷ്പ റൈസ് എന്ന് പറയാം, ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. പാർട്ട് 3 കൂടെ വെച്ചിട്ടുണ്ട്, ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. എന്നാലും ഓവറോൾ ആവറേജ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചേട്ടാ പടം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ സൂപ്പർ. പുഷ്പ ഫയർ ആയോ ഫ്ലവർ ആയോ? ഫ്ലവറല്ല, ഫയറല്ല, ബ്ലാസ്റ്റാ. സൂപ്പർ. പടം വലിയ കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പുഷ്പാജി റൈസ് ആയിരുന്നു പുഷ്പാജി റോൾ ആയിരുന്നു? ഫാസ്റ്റിന്റെ അഭിനയമൊക്കെ ആരും ഉൾക്കൊള്ളില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണി എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് ദിവസം മാത്രമേ ഓടിയുള്ളൂ ആ പടം. അതിവിടെ നിന്ന് എടുത്തു കളയാൻ വേണ്ടി മാക്സിമം നോക്കി. പക്ഷെ നിങ്ങൾ ആ പടം കണ്ടിട്ടുണ്ടോ? സൂപ്പർ പടം അത്. മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലയാള പടം കണ്ടിട്ട് വേണം കന്നഡയ്ക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്. അല്ലു അർജുൻ നല്ല ഫാനുണ്ട്, പഴയത് സൂപ്പറാണ്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ ഒത്തിരി പ്രതീക്ഷ നമ്മളിങ്ങനെ വരുമ്പോൾ 4 മണിക്കൊക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഫാമിലി ആയിട്ടാണ് വന്നത്. വൈഫാണ്, ക്യാരിങ് ആണ്, എന്നിട്ട് പോലും കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ത്രില്ലിങ്ങിലാണ് വന്നത്. പക്ഷേ വിചാരിച്ചതിൻ്റെ 10-1 പോലും ഇല്ല. ജോജുവിൻ്റെ പടം വേറെ ലെവലായിരുന്നു. ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് വരെ ഭയങ്കരമായിട്ട് ഇരുന്ന് പോകും. അതിൽ ഫൈറ്റ് സീനാണെന്നുണ്ടെങ്കിലും അത്രയും വണ്ണവും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഈ പടത്തിലൊക്കെ ഒത്തിരി പ്രതീക്ഷ വന്നത്. പണിയിലുള്ള പോലെ ഒരു ഫൈറ്റ് സീനും കാര്യങ്ങളും ഇതിലില്ലെന്നാണ് പറയുന്നത്. ഫൈറ്റ് സീന് നല്ല പോലെ ഉണ്ട്, അതെല്ലാം ഉണ്ട്, പക്ഷെ ഇല്ലെന്നല്ല. പക്ഷെ കൊണ്ടുപോകണ ആ ഒരു റേഞ്ച്. ഇതിപ്പോൾ ഇനി തേർഡ് പാർട്ട് ഇറങ്ങണം. തേർഡ് പാർട്ടിൽ എന്താ ഉണ്ടാവുക? സെയിം ഫഹദ് ഫാസിൽ എവിടെയാണ് പോയത്? കത്തിച്ചു, അവൻ പോയി. അവന് സിമ്പിളായിട്ടുള്ള ഡെത്താണ് കൊടുത്തത്. അതിന് മരിച്ചോ ഇല്ലെന്നുള്ള പോലും അറിയില്ല. ഫസ്റ്റത്തെ ആ ഒരു പാട്ടിൻ്റെ അത്രയൊന്നും വന്നില്ല. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.